എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 11 ശ്ലോകം 14, 15, 16, 17, 18, 19, 20 7 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്यै നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 14. ശത്രുഘ്നശ്ച മധോപുത്രം ലവണം നാമ രാക്ഷസം ഹത്വാ മധുവനേ ചക്രേ മധുരാം നാമ വൈപുരിം. ശത്രുഘ്നനും മധോപുത്രം മധുവിന്റെ പുത്രനായ ലവണം നാമ രാക്ഷസം ലവണൻ എന്ന രാക്ഷസനെ ഹത്വാ ഹനിച്ചിട്ട് മധുവനത്തിൽ മധുരാം നാമപുരി മധുര എന്നു പേരുള്ള പുരിയെ ചക്രേ വൈ ഉണ്ടാക്കിയത് സുപ്രസിദ്ധമാണ്. ശത്രുഘ്നനും ഭരതൻ ദിഗ്വിജയം ചെയ്തിട്ട് ധനം മുഴുവൻ ശ്രീരാമചന്ദ്രന് കൊണ്ടുകൊടുത്തു. ശത്രുഘ്നൻ ചെയ്തത് എന്താണെന്ന് പറയണം. മധു എന്നുപേരായ രാക്ഷസന്റെ പുത്രനായ ലവണൻ എന്നുപേരായ രാക്ഷസനെ വധിച്ചിട്ട് ആ മധു എന്നുള്ള രാക്ഷസൻ വസിച്ചിരുന്ന മധുവനത്തിലെ മധുര എന്ന സുപ്രസിദ്ധമായ രാജധാനി നിർമ്മിച്ചു. അവിടെയല്ലേ നമ്മുടെ ഭഗവാൻ ജനിച്ചത്, ശ്രീകൃഷ്ണ ഭഗവാൻ. മുനോ നിക്ഷിപ്യതനയൗ സീതാ ഭർത്രാ വിവാസിതാ ധ്യായന്തി രാമചരണൗ വിവരം പ്രവിവേശഃ. ഭർത്താവിനാൽ വിവാസിത ഉപേക്ഷിക്കപ്പെട്ട സീത തനയൗ പുത്രന്മാർ രണ്ടുപേരെയും മുനിയിൽ നിക്ഷിപ്യ ഏൽപ്പിച്ചിട്ട് രാമചരണവും രാമപാദങ്ങളെ ധ്യാനിക്കുന്നവളായിട്ട് വിവരം ദ്വാരത്തെ പ്രവേശിച്ചു. ആശ്ചര്യം. എത്രയോ പ്രാവശ്യം അല്ലെ പരീക്ഷണങ്ങൾ നടന്ന് അവസാനം ഇനിയും ഒരു പരീക്ഷണം നടത്തണം, അഗ്നി പരീക്ഷണം വേണമെന്ന് പറഞ്ഞപ്പോ സീതാദേവിക്ക് അതങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ അമ്മയെ എന്ന് വിളിച്ചിട്ട് ആ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട സീതാദേവി പ്രസവം കഴിയണമെന്ന് വരെ ആശ്രമത്തിൽ താമസിച്ചു. പിന്നെ പുത്രന്മാരെ മുനിയിൽ അങ്ങോട്ട് സമർപ്പിച്ച് ശ്രീരാമപാദങ്ങള് ധ്യാനിച്ചുകൊണ്ട് ഭൂമിയുടെ അന്തർഭാഗത്തിലേക്ക് പ്രവേശിച്ചു. ഒരു അപരാധവും ചെയ്യാതിരുന്നിട്ടും പ്രിയപത്നിയെ പരിത്യജിച്ചു. അങ്ങനെ ആ കാരണം കൊണ്ട് ആ സാധ്വി ഭൂമിയുടെ അന്തർഭാഗത്തേക്ക് പോകേണ്ടി വന്നു അല്ലേ സീതാദേവിക്ക്. അമ്മയുടെ അടുത്തേക്ക് ആ ഭൂമി അങ്ങോട്ട് പിളർന്ന്, അമ്മേ എനിക്ക് മാർഗം തരൂ, അമ്മേ എന്നെ രക്ഷിക്കൂ, അമ്മയുടെ സവിധത്തിലേക്ക് എന്നെ കൊണ്ടുപോകൂ എന്നങ്ങോട്ട് പറഞ്ഞിട്ട് അപ്പോഴും ശ്രീരാമചന്ദ്രനെ കുറ്റപ്പെടുത്തിയില്ല സീതാദേവി. ഭഗവാന്റെ പാദതങ്ങൾ തന്നെ ധ്യാനിച്ചുകൊണ്ട് സീതാദേവിക്ക് പോകേണ്ടി വന്നു. പറയണു ഈശ്വരാവതാര ലീലാവിശേഷം എന്നല്ലാതെ ഇപ്പൊ എന്താ പറയാ. തച്ഛ്രുത്വാ ഭഗവാൻ രാമോ രുന്ധന്നവിധിയാശുജ സ്മരൻ തസ്യ ഗുണാൻസ്താൻ നാശക്നോൽ ധുമീശ്വര. ഭഗവാനായ രാമൻ തത് ശ്രുത്വ അതിനെ കേട്ടിട്ട് ധിയ വിചാരശക്തിയാൽ ശുച കണ്ണീരുകളെ രുന്ധന്നവി രോധിക്കുന്നവനായിരുന്നു എങ്കിലും തസ്യ അവളുടെ താൻ ഗുണാൻ അതത് ഗുണങ്ങളെ സ്മരിക്കുന്നവനായിട്ട് ഈശ്വര സർവശക്തനായിരുന്നിട്ടും രോധും അടക്കുവാനായിക്കൊണ്ട് ശക്തനായില്ല. ഭൂമിയുടെ അന്തർഭാഗത്തിലേക്ക് സീത അപ്രത്യക്ഷയായി എന്നുള്ള ആ വർത്തമാനം കേട്ട രാമചന്ദ്രൻ ഭഗവാനാണ് അല്ലെ, ജ്ഞാനാദികളായ 6 ഗുണങ്ങളും പൂർത്തിയായിട്ടുള്ള ഈശ്വരനാണ്. എന്നാലും ആ സീതാദേവിയുടെ ആ ഗുണഗണങ്ങള് ആ സൗശീല്യ ഗുണാദികൾ മുഴുവനും സൗന്ദര്യം എല്ലാം അങ്ങോട്ട് സ്മരിച്ചപ്പോ കണ്ണീരുകള് അങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. വിചാരശക്തികളെ കൊണ്ട് അടക്കാൻ വളരെ ശ്രമിച്ചു ഭഗവാൻ. എന്നിട്ടും ശ്രീരാമചന്ദ്രന് തന്റെ കണ്ണുകളെ അടക്കാനായില്ല. അദ്ദേഹം ശരിക്കും സീതാദേവിയെ ഒരു മനുഷ്യനെ പോലെ അദ്ദേഹം തേങ്ങി കരഞ്ഞു. സ്ത്രീപും പ്രസംഗയേതാദൃക് സർവത്ര ത്രാസമാവഹ അപീശ്വരാണാം കിമുദ ഗ്രാമ്യസ്യ ഗൃഹചേതസ. സ്ത്രീപും പ്രസംഗ സ്ത്രീ പുരുഷന്മാരുടെ ചേർച്ച സർവത്ര എല്ലാ ദിക്കിലും
ഏതാദൃക് ത്രാസമാവഹ, ഇപ്രകാരം മനക്ഷോഭവും ഭീതിയും ജനിപ്പിക്കുന്നതാകുന്നു. ഈശ്വരാണാം അഭി, ഈശ്വരന്മാർക്കും കൂടി ഗൃഹചേതസ, ഗൃഹത്തിൽ മനസ്സോടുകൂടിയിരിക്കുന്ന ഗ്രാമ്യസ്യ, സാധാരണക്കാരന് കിമുത പറയണം. ഇന്ദ്രിയങ്ങളെ ജയിച്ചിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പോലും കരഞ്ഞു. അതാണ് സ്ത്രീ പുരുഷന്മാര് തമ്മിലുള്ള ചേർച്ച നിമിത്തം ജിതേന്ദ്രിയന്മാരായിട്ടുള്ള ഈശ്വരന്മാർക്ക് കൂടി ഇങ്ങനെ ശോകമോഹ ഭയാദികള് ദോഷങ്ങൾ ഉണ്ടാകുന്ന സ്ഥിതിക്ക് വെറും ഒരു സാധാരണ ഗൃഹസ്ഥന് ഈ സാധാരണ ജനങ്ങളുടെ സ്ഥിതി എന്തായിരിക്കുമെന്ന് അതാണ് ലോകം, അതെല്ലാവരും മനസ്സിലാക്കണം എന്ന്. ഭഗവാന് പോലും ഇങ്ങനെ ഇത്രയും ദുഃഖം ഉണ്ടായെന്ന് വെച്ചാൽ പിന്നെ സാധാരണക്കാരുടെ കാര്യം പറയണോ? തഥൂർധ്വം ബ്രഹ്മചര്യം ധാരയൻ അജുഹോൽ പ്രഭു ത്രയോദശാബ്ദസാഹസ്രം അഗ്നിഹോത്രമഖണ്ഡിതം. തഥാ ഊർധ്വം അതിനുമേൽ പ്രഭു ഈശ്വരൻ ബ്രഹ്മചര്യം ധാരയൻ ബ്രഹ്മചര്യത്തെ ധരിക്കുന്നവനായിട്ട് ത്രയോദശാബ്ദസാഹസ്രം 13,000 വർഷം അഖണ്ഡിതം വിച്ഛിത്തി വരാത്ത വിധം അഗ്നിഹോത്രം അജുഹോൽ അഗ്നിഹോത്രത്തെ ഹോമിച്ചു. സീത ഭൂമിയുടെ അന്തർഭാഗത്തിലേക്ക് പോയത് പിന്നെ ആ ഈശ്വരനായ ശ്രീരാമചന്ദ്രൻ ബ്രഹ്മചര്യം ദീക്ഷിച്ചു. 13,000 വർഷം ഒരു മുടക്കം കൂടാതെ അഗ്നിഹോത്രം ദീക്ഷിച്ച് അങ്ങനെ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം. സ്മരതാം ഹൃദി വിന്യസ്യ വിദ്ധം ദണ്ഡക കണ്ഡകൈഃ സ്വപാദപല്ലവം രാമ ആത്മജ്യോതിരകാൽ തഥാ. ദണ്ഡക കണ്ഡകൈ, ദണ്ഡക കണ്ഡകങ്ങളാൽ വിദ്ധം മുറിക്കപ്പെട്ടതായ സ്വപാദപല്ലവം തന്റെ പാദപല്ലവത്തെ സ്മരതാം ഹൃദി സ്മരിക്കുന്നവരുടെ ഹൃദയത്തിൽ വിന്യസ്യ വിന്യസിച്ചിട്ട് തഥാ അനന്തരം രാമൻ ആത്മജ്യോതി അകാൽ ആത്മജ്യോതിസിനെ പ്രാപിച്ചു. അതിൽ പിന്നെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സംസാര ക്ലേശങ്ങളെ കടക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തന്മാരുടെ ഹൃദയത്തില് ദണ്ഡകവന സഞ്ചാരത്താൽ മുറിപ്പെട്ടിരിക്കുന്ന പല്ലവകോമളമായ തന്റെ പാദത്തെ സമർപ്പിച്ചിട്ട് തന്റെ ജ്യോതിസ്വരൂപത്തെ പ്രാപിച്ചു എന്ന് പറയുന്നു. ലോകരക്ഷയ്ക്ക് വേണ്ടി വനസഞ്ചാരം ഒക്കെ ചെയ്തില്ലേ, ആ ക്ലേശങ്ങളെ കല്ലിലും മുള്ളിലും അല്ലെ കാട്ടില് ആ നടന്ന് അനുഭവിച്ച ആ ശ്രീരാമചന്ദ്രന്റെ പാദപല്ലവത്തെ ആര് സ്മരിക്കുന്നുവോ അവർക്ക് സംസാര സങ്കടം പിന്നെ ഉണ്ടാവില്ല. അതാണ് അതിന്റെ അർത്ഥം. ഭഗവാന്റെ ആ പാദപല്ലവത്തെ സ്മരിക്കുന്നവർക്ക് പിന്നെ ഒരു ക്ലേശവും ഇല്ല. രാമനാമം ജപിക്കുന്ന ഓരോ മനുഷ്യനും ധന്യനായിട്ട് ഭഗവാന്റെ പാദത്തിൽ തന്നെ ചേരും. നേദം യശോ രഘുപതേ സുരയാജ്ഞയാത്തലീലാ തനോരധിക സാമ്യ വിമുക്തധാംന രക്ഷോവധോ ജലധി ബന്ധനമസ്ത്രഭൂഗൈ കിം തസ്യ ശത്രുഹനനേ കവയഃ സഹായാഃ. അധിക സാമ്യ വിമുക്തധാംന, അധികവും സാമ്യവും ഇല്ലാത്ത പ്രഭാവത്തോടു കൂടിയും സുരയാജ്ഞയാ ദേവന്മാരുടെ പ്രാർത്ഥനയാൽ ആത്തലീലാതനോഹം സ്വീകരിച്ച ലീലാശരീരത്തോടു കൂടിയും ഇരിക്കുന്ന രഘുപതിക്ക് രക്ഷോവധ രാക്ഷസ സംഹാരവും അസ്ത്രഭൂഗൈഹി അസ്ത്രസമൂഹങ്ങളാൽ ജലധിബന്ധനം സമുദ്രബന്ധനവും ഇത് യശ കീർത്തികരമല്ല. തസ്യ ശത്രുഹനനെ അദ്ദേഹത്തിന്റെ ശത്രുക്കളെ വധിക്കുന്നതിൽ കവികൾ സഹായങ്ങളും. ശ്രീരാമചന്ദ്രൻ അസ്ത്രങ്ങൾ കൊണ്ട് സമുദ്രത്തിൽ സേതുബന്ധനം ചെയ്തതും വാനരന്മാരുടെ സഹായത്തെ സ്വീകരിച്ച് രാവണാദികളായിട്ടുള്ള രാക്ഷസന്മാരെ വധിച്ചതും ശ്ലാഘ്യങ്ങളായിട്ട് കവികൾ ഇങ്ങനെ കീർത്തിക്കുന്നുണ്ട്. എങ്കിലും ശ്രീരാമചന്ദ്രന്റെ യഥാർത്ഥ മഹിമയെ ആലോചിക്കുന്നവർക്ക് ഇത് കീർത്തിക്കത്തക്കതാണെന്ന് തോന്നുന്നില്ല. എന്താ വെച്ചാൽ അദ്ദേഹത്തിന് എന്തിനാ ഇവരുടെയൊക്കെ സഹായം സ്വീകരിക്കേണ്ടതല്ല, ഈശ്വരനല്ലേ. രഘുപതി സാധാരണ ഒരു രാജാവല്ല. ദേവന്മാരുടെ പ്രാർത്ഥന അനുസരിച്ചിട്ട് ആ ലോകോപദ്രവികളെ രാവണൻ മുതലായവരെയൊക്കെ സംഹരിക്കാനും ധർമ്മത്തെ ഉറപ്പിക്കാനും വേണ്ടി സ്വേച്ഛയാ ലീലാവിഗ്രഹം സ്വീകരിച്ച പുരുഷോത്തമനാണ് അവിടുന്ന്. അപ്പൊ അദ്ദേഹത്തിനേക്കാളും ഇത്രയും കേമനായിട്ടോ സദൃശമായിട്ടോ അദ്ദേഹത്തിനെ പോലെ ഇരിക്കുന്ന ആരെങ്കിലും ഒരു പ്രഭാവം ആർക്കാ ഉള്ളത്? ഈശ്വരനായ ശ്രീരാമചന്ദ്രനേക്കാളും പ്രഭാവം കൂടിയവര് വേറെ ആരെങ്കിലും ഉണ്ടോ? എന്നാൽ പിന്നെ എന്തിനാ അദ്ദേഹം വാനര സഹായം സ്വീകരിച്ചത്? അദ്ദേഹത്തിന് മനുഷ്യനാട്യം അംഗീകരിച്ചിരിക്കുന്ന ശ്രീരാമഭദ്രൻ സഹായം ചെയ്ത ആ വാനരന്മാരെ അനുഗ്രഹിച്ചു. അതാണ്, അവരെല്ലാവരും ഭഗവാനെ സഹായിക്കാനായിട്ട് വന്നപ്പോൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അത് അനുവദിച്ചു എന്ന് മാത്രം.
സർവജ്ഞനും സർവസമർത്ഥനുമായ ഈ ശ്രീ ഭഗവാന് തന്റെ കാര്യം നിർവഹിക്കാൻ വാനരന്മാരുടെ സഹായം ആവശ്യമുണ്ടോ? ശരിക്കും ഒരു കാലത്തും ആവശ്യമില്ല. പക്ഷെ അവരുടെ ആ സ്നേഹപൂർവമായിട്ടുള്ള സഹായം അദ്ദേഹം സന്തോഷപൂർവ്വം സ്വീകരിച്ച് അവരെ അനുഗ്രഹിക്കാൻ വേണ്ടി മാത്രം അത് അംഗീകരിച്ചു എന്ന്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ